അതെ, തീർച്ചയായും ഈ അധ്യാപകരെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കാനുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ ഇവരെയൊന്നും ആയിട്ടായിരുന്നില്ല, മക്കളെ പോലെയായിരുന്നു ഈ അധ്യാപകർ കണ്ടിരുന്നത് എന്ന് തന്നെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവർ പഠിച്ച സ്കൂളിന് മുമ്പിലാണ്. കുറുവ ഗ്രാമപഞ്ചായത്തിലെ പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിന് മുമ്പിലാണ്. ഇവിടെയാണ് ഈ കാണുന്നവരെല്ലാം പഠിച്ചത്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ അധ്യാപകരാണ് ഇവരെ പഠിപ്പിച്ചത്. ആ ഒരു നടുക്കത്തിലാണ് വിദ്യാർത്ഥികളെല്ലാം. ഈ വാർത്ത കേട്ടത് മുതൽ അവരുടെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, അതായത് LKG മുതൽ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചവരാണ് ഓരോരുത്തരും. എന്താണ് ടീച്ചർമാരെ കുറിച്ചുള്ള ഓർമ്മകൾ? കമ്പനിയും നല്ല ചോദിച്ചാലൊക്കെ ഇത് പറഞ്ഞുതരും. ടീച്ചർ നല്ല കമ്പനി, നല്ല അടുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല പഠിപ്പിച്ച ടീച്ചർ തന്നെ. LKG മുതൽ 4ാം ക്ലാസ് വരെ നല്ല അറിവൊക്കെ ടീച്ചറായിരുന്നു. പിന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു. അനിയൻ പഠിക്കുന്നുണ്ട്, 2ൽ പഠിക്കണം. ഓരോ ടീച്ചർ ആശ ടീച്ചർ അത് കേട്ടപ്പോൾ ആശ. അനിയനുള്ളതുകൊണ്ട് കൂടുതൽ സമയം സ്കൂളിലേക്ക് വരുന്നുണ്ടാവില്ലേ? അനിയാണ്. ഞങ്ങൾ ഈ അമ്പലമ്പ സ്കൂളിൽ എഴുതി കൂടെ പോലെ അപ്പം ടീച്ചർമാരെ കാണും. ടീച്ചർമാരാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വഴക്കൊക്കെ പറയും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ വരുന്നത്? ടീച്ചർമാർക്ക് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്നും ചീത്ത പറയുന്നില്ല. എപ്പോഴും നമ്മളത് കേൾക്കുന്നുണ്ട്. പാങ്ങൽ GLP സ്കൂളിലെ ഈ മരിച്ചുപോയ അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അവരിപ്പോൾ 10ാം ക്ലാസ് എഴുതി നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചത്. നേരത്തെ വർഷ പറഞ്ഞതുപോലെ തന്നെ മക്കളെ പോലെയാണ് അവരെ അധ്യാപകർ സ്നേഹിച്ചിരുന്നത്. അതിന് ആ കുട്ടികൾക്ക് തിരിച്ചും അവരോട് ആ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ട്. അത് ഈ സന്ദർഭത്തിൽ അവർ ഓർത്തെടുക്കണം. അങ്ങേയറ്റം ദുഃഖത്തിലാണ് ആ കുട്ടികളും ഉള്ളത്, അവരുടെ രക്ഷിതാക്കളും ഒക്കെ തന്നെ. അവർ നാടിൻ്റെ മുഴുവൻ അഭിമാനമായിരുന്ന അധ്യാപകരെയാണ് ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് പാങ്ങ് പോലെയുള്ളൊരു സ്ഥലത്തൊരു ഗ്രാമപ്രദേശത്ത് സ്വാഭാവികമായും ഈ അധ്യാപകർക്ക് ഒരു കുടുംബവുമായി ഉണ്ടായിരുന്ന ബന്ധം, അവർക്കുണ്ടായിരുന്ന ഇഴയടുപ്പം, അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ പുലർത്തിയിരുന്ന ശ്രദ്ധ, ആ നാടിൽ ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിലേക്ക് അധ്യാപകർ മാറിയിരുന്നു എന്നാണ് അവിടെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അവരുടെ ചേതനയേറ്റ ശരീരങ്ങളാണ് ഇപ്പോൾ ഇനി ആ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയ ശേഷം ഒരു വലിയ ദുരന്തത്തെ നേരിട്ട് അവർ ഒരു മൃതശരീരങ്ങളായി അവരുടെ നാടുകളിലേക്ക് മടങ്ങുകയാണ്. അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയായി അത് മാറിയിരിക്കുന്നു. ആ നാട് താങ്ങാനാകാത്ത ദുഃഖത്തിലാണുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്നും സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.